ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പം ഒരു അവധിയുള്ള ദിവസമായിരുന്നു. ഞാൻ രാവിലെ എണീറ്റപ്പോഴേ ഷാഡോ ബേബി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ഏതോ ഒരു എനിക്കൊന്ന് ബീഫിൻ്റെ ഒരു പീസോ ബീഫിൻ്റെ എല്ലോ ഏതാണ്ടാണ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പാവമായിട്ടിരിക്കുന്നതേ ഉള്ളൂ. ആൾ ഭയങ്കര അഗ്രസീവാണ്. നമ്മൾ വീട്ടിലറിയാവുന്നവരടുത്ത് മാത്രമേ ഉള്ളൂ അവൻ പാവമായിട്ടിരിക്കുന്നത്. ബാക്കി ആരെ കണ്ടാലും കുരയ്ക്കുകയും ചെയ്യും, അവരെ കടിക്കാൻ ചെല്ലുകയും ചെയ്യും. ലാസെപ്സോ എന്ന് പറയുന്ന ബ്രീഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വീടിനകത്തിട്ട് വളർത്താമെന്നുള്ള രീതിയിലുള്ള ഒരു ഡോഗാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അഗ്രസീവ് ഡോഗൊന്നും അല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾ നന്നായിട്ട് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലുള്ള ഡോഗാണ് കേട്ടോ. എല്ലാവരെയും കടിക്കാനുള്ള ഒരു ത്വര കാണിക്കുന്ന ഒരു ഡോഗാണ്. അപ്പം ഇന്നത്തെ ദിവസം ഒരു മഴയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. കാരണം വലിയ വെയിലൊന്നുമില്ല. സാധാരണ ഞാൻ അവധി എടുത്തിരിക്കുമ്പോഴത്തേക്ക് വെയിലുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലെ ചൂട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മളെപ്പോഴും എ സിയിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വീട്ടിൽ അവധി എടുത്തിരിക്കുമ്പം പുറത്ത് വെയിലൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും നമ്മുടെ വീടിനകത്ത് കേട്ടോ. രാവിലെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഈ പൂവ് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി നാളിങ്ങനെ നിൽക്കും, പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തില്ല. കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ എണ്ണീറ്റ് വന്നതേ ഏകദേശം ഒരു 10-11 മണിയോടെ ആയിട്ടുണ്ട്. അപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം മഴ സീസണാണ്, നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ ആവും. വെള്ളമായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം. നമ്മുടെ വീടിൻ്റെ അകത്ത് കയറത്തില്ലെങ്കിലും ചുറ്റുവട്ടം മുഴുവനും റോഡിലും എല്ലാം വെള്ളമാകും. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ വെള്ളത്തിലിറങ്ങി നടക്കുക എന്നുള്ളത്. അത്രയ്ക്ക് നല്ല വാട്ടറൊന്നുമല്ല. ഈ ചില ആറ്റിൽ നിന്ന് വരുന്ന വെള്ളം പോലെയുള്ളതല്ല, ഇത് ഒഴുക്കില്ലാത്ത തോടാണ്. അപ്പോൾ അത്ര നല്ല വെള്ളമൊന്നുമല്ല. അപ്പം ആരുമില്ല, ഇവിടെയുള്ള ആൾക്കാരെല്ലാം ജോലിക്ക് പോയി. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് നിന്ന് ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഉള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം രാവിലത്തെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സാധാരണ അവധിയെടുത്ത് വീട്ടിലിരിക്കുമ്പം ഇതെൻ്റെ വണ്ടിയാണ് കേട്ടോ. സാധാരണ അവധിയെടുത്ത് വീട്ടിലിരിക്കുമ്പം അങ്ങനെ വീട്ടിലിരിക്കാറില്ല. ഞാൻ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകും, അല്ലെങ്കിൽ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകും. ഇത് ഞാനിങ്ങനെ ഈ വേറൊരു കവർ അതിൻ്റെ മണ്ടക്കിട്ടേക്ക് കേട്ടോ. അല്ലെങ്കിൽ പൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. പൂച്ചകളൊക്കെ മാന്തി നമ്മുടെ സീറ്റെല്ലാം നശിപ്പിക്കും. പിന്നെ എന്താ ഈ ഇല നല്ല ഭംഗിയാണ് കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാണാൻ നല്ല രസമുള്ളൊരു ഇലയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ. ഇതുപോലെ ഇലകളുടെയും ചിലന്തിയുടെയും ചിലന്തി വലയുടെയും ഒക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഫോൺ സാംസങ് ആണ്. അപ്പം അത്ര വലിയ ക്ലാരിറ്റി കിട്ടത്തില്ല. എന്നാലും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ഫോണൊക്കെ തന്നെയാണ്. എന്നാലും അത്ര വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ല കേട്ടോ വീഡിയോസ് എടുക്കാൻ. അപ്പം ഇന്ന് പുറത്ത് കറക്കമൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. മഴ ആയതുകൊണ്ടാണ് പുറത്ത് പോകാത്തത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പുറത്ത് പോയേനെ. പിന്നെ മലയാള മനോരമ പത്രം, ജസ്റ്റ് പത്രം അവിടെ കിടക്കുന്നതുകൊണ്ട് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ പത്രം വായിക്കുന്ന കൂട്ടത്തിലാളല്ല. മൊബൈലിൽ എന്തെങ്കിലും ന്യൂസ് കണ്ടാൽ കാണുമെന്നുള്ളൂ. പിന്നെ രാവിലെ ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്തിട്ട് BOD വൈസിൻ്റെ റോളാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുടി നേരത്തെ ഒന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്ത് ചെയ്ത് പോകുന്നില്ല. ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി അത് പോകുന്നില്ല. ഞാൻ പിന്നെ ലൈറ്റായിട്ടാണ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ BOD വൈസിൻ്റെ ഗമ്മീസ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോളും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്ന് റിസൾട്ട് കണ്ടു തുടങ്ങിയില്ല. പിന്നെ ഗമ്മീസിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിതുപോലെ ഗമ്മീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 2 സൈഡിലും ഹെയർ കുറവാണ്. അപ്പം അവിടെ തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചത്. റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും, നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ ഇത് തലയിലൊന്ന് തേച്ച് പിടിച്ച് മസാജ് ചെയ്യാം. നമ്മുടെ ഹെയറിന് സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ വലിയ ഹെയറൊന്നും ഇല്ലാത്ത ആളായിരുന്നു. ബിക്കോസ് ഇത്രയും ലോങ് ഹെയറും ഒത്തിരി ഉള്ളില്ല, എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. അങ്ങനെ മുടി ഒരുപാട് വളരാത്ത കൂട്ടത്തിലുള്ള ആളായിരുന്നു. പിന്നീടാണ് ഞാൻ ഹെയറിൽ ടെക്സ്ചറിങ് എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അതിനുശേഷം എൻ്റെ മുടി അത്യാവശ്യം ഗ്രോത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മുടി കൊഴിയിലുമുണ്ട്. പിന്നെ ഈ ഒരു ലിപ് ബാം, നല്ല അടിപൊളി റിസൾട്ട് തരുന്ന വാസ്ലിൻ്റെ ലിപ് ബാമാണ്. ലിപ് തെറാപ്പി എന്ന് പറയാം. അതിൽ ലിപ് തെറാപ്പി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും യൂസ് ചെയ്തു. എൻ്റെ ലിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ പിഗ്മെൻറ്റേഷനുള്ള ലിപ്പായിരുന്നു. എന്നുവെച്ചാൽ ഈ ലിപ്സ്റ്റിക്ക്, ഞാൻ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. രാത്രിയിൽ മാത്രം, എന്നുവെച്ചാൽ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യത്തുള്ളൂ. ഒരു ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും 5 പ്രാവശ്യമെങ്കിലും ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചുണ്ടൊക്കെ ആകെ കറുത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മുടെ ലിപ്സിന് ഒരു റോസ് കളറായി വരുന്നുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും കിഴങ്ങേറിയായിരുന്നു.
അതൊന്ന് ആ മഴയൊക്കെ കണ്ട് സിറ്റ് ഔട്ടിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സിറ്റ് ഔട്ടിലിരുന്ന് കഴിച്ചു. പിന്നീട് നമ്മുടെ മാവിൽ ഒരുപാട് മാമ്പഴം ഉണ്ടായി. ഇപ്രാവശ്യം ഒത്തിരി മാങ്ങ ഉണ്ടായിട്ടുണ്ട്, നല്ല മധുരമുള്ള മാങ്ങ. പഴുത്ത് താഴെ വീഴുമ്പോഴേ അതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ പറിച്ച് തിന്നാൽ അത്രയും നല്ല മധുരമായിട്ട് കിട്ടില്ല. അപ്പോൾ പഴുത്ത് താഴെ വീഴുമ്പോൾ നല്ല അടിപൊളി മാങ്ങ. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ എന്നും അമ്മ രാവിലെ മാങ്ങ പെറുക്കി വെക്കും. രാവിലെയും കിട്ടും, ഉച്ചയ്ക്കും കിട്ടും, വൈകിട്ടും കിട്ടും. ഇഷ്ടംപോലെ മാങ്ങ കിട്ടി. നമ്മൾ ഒരുപാട് മാങ്ങ അടുത്തുള്ളവർക്ക് കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും എല്ലാം ഞാൻ ഒരുപാട് മാങ്ങ കൊണ്ട് കൊടുത്തു ഇപ്രാവശ്യം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ മാവിൽ ഇത്രയും മാങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് സ്പെഷ്യലി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല, ഞാൻ അവധി ആയതുകൊണ്ട് മാത്രം അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നല്ല സൂപ്പർ മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു. പിന്നെ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ പിന്നെ ഇവിടെ എല്ലാ കറിക്കകത്തും മാങ്ങയാണ്. അമ്മ എല്ലാ കറിക്കകത്തും ഇവിടെ എല്ലാവർക്കും കറി മീൻ പറ്റിക്കുമ്പോഴാണെങ്കിലും മീൻ കറി വെക്കുമ്പോഴാണെങ്കിലും മാങ്ങ ഇടുന്ന ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്, എനിക്കിതൊന്നും മാങ്ങ ഇട്ട് വെക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണ്, കഴിക്കും. അപ്പം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വൈകുന്നേരം വരെയുള്ളൊരു വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നീട് കിടന്നുറങ്ങി ആകെ ടയർഡൊക്കെ ആയി. പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ നിന്നില്ല. കാരണം ഉച്ചയോടുകൂടി ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് അവസാനിപ്പിച്ചായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് കറി മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നീട് അച്ചാറുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നു. എനിക്ക് കാന്താരി ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയും പയറുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഫുള്ളിരുന്ന് കാണും കേട്ടോ. ഈ ഒരു അച്ചാറിനൊരു പ്രത്യേകതയുണ്ട്, നല്ല സൂപ്പറാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. ബിക്കോസ് ഇത് അടുപ്പിൽ വെക്കാതെ ഉണ്ടാക്കിയതാണ്. ബിക്കോസ് ഈ തീയിലൊന്നും വെക്കാതെ ഉണ്ടാക്കിയതാണ്. ഈ മാങ്ങ ഇങ്ങനെ നല്ല വറ്റൽമുളക് ചതച്ച് അരച്ച് ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കുറേ ഏതാണ്ട് 1 വർഷം എങ്ങാണ്ട് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.